ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ ദുൽഖഅദ് മാസം അവസാനിക്കുകയും ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു മാസത്തിന്റെ അവസാനത്തിലും മറ്റൊരു മാസത്തിന്റെ തുടക്കത്തിലുമായിട്ടാണ് നമ്മളുള്ളത്. നമ്മളെല്ലാവരും ആവർത്തിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള 10 ദിനങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ. വലയാലിൻ അഷർ, 10 രാത്രികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ രാത്രികളെ കുറിച്ചാണെന്ന് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടമായ ദിനം ഈ ദിനങ്ങളാണ്, ഈ 10 ദിനങ്ങളാണ്. മറ്റെല്ലാ ദിനങ്ങളെക്കാളും അള്ളാഹു ഏറ്റവും അധികം നന്മകൾക്ക് പ്രതിഫലം നൽകുന്ന ദിവസങ്ങളാണ് ഇത് വരാൻ പോകുന്നത്. സ്വാഭാവികമായും ശ്രേഷ്ഠമാക്കിയ ഈ ദിനങ്ങളിൽ നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ഏതൊരു നന്മയ്ക്കും മഹത്തായ പ്രതിഫലമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം പ്രതിഫലം ലഭിക്കുന്ന ദിനങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് ബോധപൂർവം നമ്മൾ വർദ്ധിപ്പിക്കുന്ന നന്മകൾ അത് തീർച്ചയായും ഉണ്ടാകും. അതിലുപരി നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരവും നോമ്പും 5 വക്ത് നാം ചെയ്യുന്ന നമസ്കാരം, രാത്രി നമസ്കാരം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രാവും പകലും സംഭവിക്കുന്ന ഏത് കർമ്മങ്ങൾക്കും മറ്റൊരു ദിനവും ലഭിക്കാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കും എന്ന ഒരു ഓർമ്മ, ഒരു നിയ്യത്ത് ഈ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വേണം. മാത്രമല്ല, കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ദിനരാത്രങ്ങൾ എന്ന നിലക്ക് നമ്മൾ പ്രത്യേകമായി നന്മകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം ഒത്തുവന്നിട്ടുള്ള ദിനങ്ങളാണ്. നോമ്പുണ്ട്, അറഫന്റെ അന്ന് നമ്മളെല്ലാവരും നോമ്പ് നോൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമസ്കാരം ഏതായാലും ഉണ്ട്. ഹജ്ജ്, ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജിന്റെ ദിനങ്ങൾ ആരംഭിക്കുന്ന ദുൽഹജ്ജ് 8 മുതലാണ്. അപ്പൊ എല്ലാ നിലക്കും അതേപോലെ തന്നെ ബലികർമ്മമുണ്ട്. എല്ലാ പുണ്യങ്ങളും ഒത്തുചേരുന്ന ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷേ ഈദുൽ അദ്ഹയിലേക്ക്, ബലിപെരുന്നാളിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ നമ്മളെല്ലാവരും എന്തെങ്കിലും ജീവിതത്തിൽ അത്യാവശ്യം ശേഷിയുള്ള എല്ലാവരും ബലിയിൽ, ഉളുഹിയ്യത്തിൽ പങ്കുചേർക്കാനുള്ള നിയ്യത്തോടുകൂടെ അതിന് പണമേൽപ്പിച്ചുകൊണ്ടുമൊക്കെയാണ്, അല്ലെങ്കിൽ ഉരുക്കള വാങ്ങി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. തീർച്ചയായും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ പ്രതിഫലത്തെക്കുറിച്ചും കൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ അറിയുകയും ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതൊരു വാസ്തവമാണ്. നമ്മുടെ അറിവിൽ നിന്നാണ് നമുക്ക് ഈമാൻ ഉണ്ടാകുന്നത്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. എത്രമാത്രം അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നുവോ അത്രമാത്രം അള്ളാഹുവിനുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കും. പരലോകത്തെക്കുറിച്ച് അറിയുമ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ആ ഈമാനിന്റെ പ്രായോഗികതയാണ് സൽക്കർമ്മങ്ങൾ. ഈമാനിന്റെ ശക്തിക്ക് അനുസരിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് കർമ്മങ്ങൾ ഉണ്ടാകും. അതും സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളിലും ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളും അറിവില്ലായ്മകളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികവും അത് ചെയ്യുവാനുള്ള താല്പര്യവും നമുക്ക് കുറയുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവെ ഈ ബലിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്, ബലി, മൃഗങ്ങളെ കൊല്ലല്ലേ. അപ്പൊ അതൊരു ശരിയായ കാര്യമാണ്, അത് മൃഗങ്ങളോട് കാണിക്കുന്ന ഒരു ക്രൂരതയല്ലേ എന്നൊക്കെ ആളുകൾ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ചില വസ്വാസുകളൊക്കെ ആളുകളുടെ മനസ്സിൽ അത് ഉണ്ടാക്കാറുണ്ട്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, ഫസ്വലി റബ്ബിക വൻഹർ, നീ നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ പ്രമാണമായി അത് അള്ളാഹുവിന്റെ വചനാന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ബലിയറുക്കണമെന്ന് അള്ള പറഞ്ഞാൽ പിന്നെ ബലിയറുക്കണോ, അത് തെറ്റാണോ ശരിയാണോ എന്നൊരു ചിന്തക്ക് ഒരു പ്രസക്തിയുമില്ല. അങ്ങനത്തെ ഒരു ചർച്ചക്കോ യുക്തിക്കോ വ്യാഖ്യാനത്തിനോ വിശദീകരണത്തിനോ ഒന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ഇതിനെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് പറയേണ്ട ചില ഉത്തരങ്ങൾ ഉണ്ടല്ലോ. മാംസം ഭക്ഷിക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു മാംസം
അതിപ്പോ മത്സ്യമായിരുന്നാലും മറ്റെന്ത് ജീവികളായിരുന്നാലും അത് ഭക്ഷിക്കാത്ത, ലോകത്ത് മുഴുവനും ഏറ്റവും വിശിഷ്ടമായി മനുഷ്യൻ കാണുന്ന ഏറ്റവും നല്ല ആഹാരമായി, രുചികരമായ ആഹാരമായി ഇന്ന് ലോകത്ത് കണക്കാക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ മാംസം എന്ന് പറഞ്ഞത്. ഒരു ദിവസം എത്ര കോഴികളാണ് അറുക്കപ്പെടുന്നത് ലോകത്തെല്ലാം ഒന്ന് കണക്കൂട്ടി വെക്കും നിങ്ങൾ. എല്ലാ ദിവസവും നമ്മൾ മാർക്കറ്റിൽ പോയാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? മാംസം ലഭിക്കും, ഏതിന്റെയും മാംസം ലഭിക്കും. ഇതൊക്കെ രാവിലെ അറുക്കപ്പെടുന്നത് കൊണ്ടാണ്. ഈ ലോകത്ത് തന്നെ മനുഷ്യൻ സസ്യഭുക്കും മാംസവും സമ്മിശ്രമായിട്ടുള്ളതാണ്. മനുഷ്യന് പിന്നെ സസ്യങ്ങളും അതേപോലെ തന്നെ മാംസങ്ങളും ഒന്നിച്ച് കഴിക്കാനും ദഹിക്കാനുമുള്ള ഒരു ആമാശയത്തിന്റെ അവസ്ഥ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികളുണ്ട്. അവ മറ്റു ജീവികളെ വേട്ടയാടി പിടിക്കുന്നത് എത്ര ക്രൂരമായിട്ടാണ് പിടിക്കുന്നത്. ഇനി അത് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ഭക്ഷിച്ചോളൊന്നുമില്ല. അങ്ങനെയാണ് ലോകത്ത് ഇതിന്റെ ഒരു പ്രകൃതിപരമായ നിലനിൽപ്പ് എന്ന് പറഞ്ഞത്. അപ്പോ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഈ ഉലുഹിയത്ത് അറക്കുന്നതിന് പകരം ആ ഒരു ഉരുവിനെ വാങ്ങാനുള്ള ഒരു 60,000 റുപ്യ 50,000 റുപ്യ ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ അത് എത്ര ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ഈ മാംസക്കാർക്ക് കൊടുക്കണത്, നമ്മൾ ഈ അറുക്കുന്ന മാംസം ആർക്കാണ് കൊടുക്കുന്നത് സുഹൃത്തുക്കളെ? സത്യം പറയുകയാണെങ്കിൽ ഒരു നല്ല മാംസം എന്താണ്, വിശപ്പ് തീർന്ന് ആഗ്രഹിച്ച പ്രകാരം ആളുകൾ കഴിക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഈ ബലിയുടെ സമയം എന്ന് പറഞ്ഞാൽ, ഉലുഹിയത്ത്, ബലി പെരുന്നാൾ. ആ സമയത്താണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മാംസം വില കൊടുത്താൽ പോലും വാങ്ങാൻ മറ്റു കാലഘട്ടങ്ങളിൽ കിട്ടൂല. അപ്പൊ അത്രയും നല്ല മാംസം കഴിക്കാൻ എല്ലാവർക്കും ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആഘോഷമായി മാറുന്നത് ആ ബലി കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മൾ ആ ബലി മാംസത്തിനാണ് ആദ്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണേ. അപ്പൊ അത്രമാത്രം പെരുന്നാൾ എല്ലാവർക്കും ഒരു ആഘോഷമായി തീരത്തക്ക വിധത്തിൽ ഇസ്ലാം വെച്ച ഏറ്റവും യുക്തിപരമായ, ജീവകാരുണ്യപരമായ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ബലി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അതിനെയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിമർശിക്കുന്നത്. അതുകൊണ്ട് നാം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണ്. അള്ളാഹു നിശ്ചയിച്ചു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാംസത്തിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. വൽ ബുദന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ഒട്ടകമായിട്ടുള്ള ബലിമൃഗം എന്ന് പറഞ്ഞാൽ. ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക്, ആ ബലിമൃഗത്തിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്, ആ ബലിമൃഗത്തിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്ന് അള്ളാഹ് പറയാൻ. അവിടെ നിങ്ങൾ അതിനെ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ അറുക്കണം. ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, നിങ്ങൾ അതിന് തിന്നണം. ബലി അറുക്കുന്നവൻ അതിന് ഭക്ഷിക്കണം. അതേപോലെ തന്നെ തൃപ്തിപ്പെടുന്നവനും അതേപോലെ തന്നെ ആവശ്യപ്പെട്ട് വരുന്നവനുമൊക്കെ ആയ ആളുകൾക്ക് അതിന് കൊടുക്കണം എന്ന് അള്ളാഹു പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ നമുക്ക് നിശ്ചയിച്ച് തന്നതെന്നാണ്. അത് വെറുതെ രക്തം ചിന്താനുള്ളതല്ല. രക്തം ചിന്തുക എന്നുള്ള പിന്നെ മറ്റു മതങ്ങളിലൊക്കെ കാണുന്ന പോലൊരു പുണ്യകർമ്മല്ല. അത് അറുത്ത് നമ്മളത് മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പുണ്യം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അതിന്റെ മാംസം അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള തഖ്വ, ആ ബലി അർപ്പിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു നിലക്കും എന്തല്ല, ഇതിലൊരു വസ്വാസിന്റെയോ ഒരു സംശയത്തിന്റെ യാതൊരു ആവശ്യമല്ല. അള്ളാഹു നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാഹു പ്രത്യേകമായി ഉണ്ടാക്കി. ഇതൊന്നും അറുക്കപ്പെട്ടില്ലെങ്കിലോ ഇതൊന്നും ഭക്ഷിക്കപ്പെട്ടില്ലെങ്കിലോ ഒരുപക്ഷെ ഇവിടുത്തെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ പോലും അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ്. അതായത് ഇവയ്ക്ക് അറുത്ത് തിന്നാൽ മാത്രമേ ഈ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുള്ളൂ. അത്രമാത്രം ബന്ധപ്പെട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പരസ്പരം കിടക്കുന്നതെന്നാണ്. അതുകൊണ്ട് അതിലൊരു വസ്വാസിന്റെ ആവശ്യമില്ല എന്ന് പറയാനാണ്. ബലി എന്ന് പറയുമ്പോൾ അത് വിവിധ തരം ബലികളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പലതും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ. ഒന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഉളുഹിയ്യത്ത് തന്നെയാണ്. മിൻബാദി സ്വലാത്തിൽ ഈദി ഇലാ ഗുറൂബി ശംസ്, നമ്മൾ അയ്യാമുത്ത ശരീക്കിന്റെ ദിനങ്ങളിൽ, അതായത് നമ്മൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ 3 ദിവസങ്ങൾ, അയ്യാമുത്ത ശരീക്കിന്റെ 3 ദിവസങ്ങൾ നമുക്ക് ബലിയറക്കുവാനുള്ള അനുവാദമുണ്ട്. അതിനെയാണ് നമ്മൾ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. മറ്റൊരു ബലിയാണെന്ത്? ഹദി എന്ന് പറയും. ഹദി എന്ന് പറഞ്ഞാൽ ഹറമിലേക്ക് പ്രത്യേകമായി നമ്മൾ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങൾക്കാണ് ഹദി എന്ന് പറയും. അത് വെറുതെ യാതൊരു കാരണമില്ലാതെ ഒരാൾക്ക് ഹറമ് കൊണ്ടുപോയി അറക്കാം. അതൊരു പുണ്യകരമായ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു അക്കീക്ക് അറക്കണം വിചാരിക്കാതെ ഹറമിൽ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചാൽ അതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഏത് ബലിയും അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ഇവിടെ ഹദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ തമത്തു ആയി ഹജ്ജ് നിർവഹിക്കുമ്പോഴും ഖിറാനായി ഹജ്ജ് നിർവഹിക്കുമ്പോഴും ഹജ്ജിനോടൊപ്പം ഒരു ബലിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഈ 30 ലക്ഷം 40 ലക്ഷം ആളുകൾ കൂടുമ്പോൾ അവർ മുഴുവനും ബലി ഇറക്കാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് കയറ്റി പോകുന്നു.
എത്രയോ ആളുകൾ സമൃദ്ധമായി അത് ഭക്ഷിക്കുന്നുണ്ട്. പിന്നെ ഹാജിമാരായ ആളുകൾ അറുക്കുന്നതിന് തന്നെ അവർ ഭക്ഷിക്കാറുണ്ട്, അവിടെ തന്നെ ഭക്ഷിക്കാറുണ്ട്. എത്ര വലിയൊരു പുണ്യ ജീവകാരുണ്യപരമായ കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. അതേപോലെ തന്നെ പിന്നെ ഫിദിയായിട്ടുള്ളുണ്ട്. ഫിദിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പ്രായശ്ചിത്തമായിട്ട് ഹജ്ജിന്റെ വാജിബാത്തുകളിൽ നിർബന്ധ കാര്യങ്ങൾ വീഴ്ച വരികയും ഇല്ലെങ്കിൽ ഇഹ്റാമിന്റെ വല്ല നിബന്ധനകൾ തെറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഫിദിയായിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ അഖീഖത്തുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അറുക്കുക. അത് ആ കുട്ടി ജനിച്ച് 7ാമത്തെ ദിവസം നമുക്ക് അറുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് പുണ്യം. ഇനി എപ്പോ വേണമെങ്കിൽ അറുക്കാം. ഒരു 40 50 വയസ്സായ ഒരാൾക്ക് എനിക്ക് വേണ്ടി എന്റെ മാതാപിതാക്കൾ അന്ന് അറുത്തിട്ടില്ല, ഞാൻ അറുക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അയാൾക്ക് അറുക്കാനുള്ള അനുവാദമുണ്ട്. ഏത് സന്ദർഭത്തിൽ നമ്മൾ ചെറു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് അന്ന് നമുക്ക് അറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നീട് നമുക്ക് അറക്കണമെങ്കിൽ അറക്കാം. കാരണം ബലി എന്ന് പറയുന്ന അത്രയും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു. അതേപോലെ നമ്മൾ വലീമകൾക്ക് വേണ്ടി പൊതുവായി കല്യാണം പോലുള്ള സദ്യകൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ അറുക്കും. അതും ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ചെയ്തൊരു സ്വതക്കയായി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നേർച്ചയായിട്ട് അറക്കുക. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഏതെങ്കിലും മഹാന്മാർക്കോ പുണ്യാത്മാക്കൾക്കോ പേരിലെ നേർച്ചയില്ല, അത് ശിർക്കാണ്. ഈ നേർച്ച ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാനിങ്ങനെ സുന്നത്തായ ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് സ്വയം നിർബന്ധമാക്കുക. ഞാൻ എന്തായാലും ഈ വർഷം ഒരു ഉരുവിനെ അറുത്ത് കൊടുക്കും എന്ന് ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനാ നേർച്ച എന്ന് പറയാം. അത് പ്രത്യേകമായും പിന്നെ നേർന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കർമ്മമായിട്ടുള്ളതാണ്. പിന്നെ സാധാരണഗതിയിൽ എല്ലാ ദിവസവും മാംസത്തിന് വേണ്ടി അറക്കുന്ന അറിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ പുണ്യകരമായി പ്രതിഫലം കിട്ടുന്ന ഈ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവേ ഇതിങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഒരു എന്തെങ്കിലും കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾ പല പുണ്യകർമ്മങ്ങളെ കുറിച്ചും ആലോചിക്കും. ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക, പല സേവനങ്ങളെ കുറിച്ചും ആലോചിക്കും നമ്മൾ. പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബലി. നമ്മൾ ഒരുവിനെ അറുത്തു കൊടുക്കുന്നത്. അതിന് സമയവും സന്ദർഭവും നോക്കേണ്ട കാര്യമില്ല. നമ്മളത് അറുത്തിട്ട് നമ്മുടെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കും നമുക്ക് പരിചയമുള്ള ആളുകൾക്കും ഒക്കെ എന്ത് ചെയ്യുക? കൊടുക്കുക. നമ്മളെ ഇന്ന് ഭക്ഷിക്കുക എന്നുള്ള എപ്പോഴും ചെയ്യാവുന്ന, ഏത് സന്ദർഭത്തിലും ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് ചെയ്യുന്നത്. ചില നിബന്ധനകൾ ഇതിന് പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അറുക്കേണ്ടതൊരു മുസ്ലിമോ വേദക്കാരർത്ഥവും ഭക്ഷിക്കാന്നുണ്ട്. ഒരു മുസ്ലിമായ ഒരാളാണ് എന്തിന് അറുത്തതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭക്ഷിക്കേണ്ടത്. അതേപോലെ തന്നെ നഖം കൊണ്ടോ കല്ലുകൊണ്ടോ അങ്ങനത്തെ ഒന്നും പിന്നെ കൊല്ലാൻ പാടില്ല, അറുക്കാൻ പാടില്ല. നമ്മൾ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? എന്റെ കണ്ടനാടി ഹൊൽക്കും ജീവനാടി മുറിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? അറുക്കണം. അതിലൊരു പെട്ടെന്ന് തന്നെ അറിവ് പൂർത്തിയാക്കുന്ന രൂപത്തിലാകണം എന്നാണ്. അതിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ട കാര്യമില്ല, ബിസ്മില്ല എന്നാണ് എല്ലാത്തിനും. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി പറഞ്ഞ അപൂർവ സന്ദർഭങ്ങളുള്ളൂ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല എന്നാണ്, ബിസ്മില്ല എന്ന് പറയണത്. അത് അറക്കുന്ന സമയത്തും നമ്മൾ ബിസ്മില്ല എന്നേ പറയാണ്ടതുള്ളൂ. വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. ഇവയ്ക്ക് ഈ മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ട്, അവയൊക്കെ ജീവികളാണ്. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ആയിട്ടുള്ള മുന്നിലിട്ട് മറ്റുള്ളവയെ അറുക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ കത്തിയിലുള്ള ചോരയോട് കൂടെ തന്നെ അതിന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അവർക്കൊരു വിഷമമില്ലാത്ത രൂപത്തിൽ അത് നിർവഹിക്കണം എന്നാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ബലി നമുക്ക് അള്ളാഹു നിശ്ചയിച്ച് തരുമ്പോഴും അതിലെ മാനുഷികത എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നുണ്ട് എന്നാണ്. ഒട്ടകങ്ങളെയോ മൃഗങ്ങളെയോ ഒക്കെ അനാവശ്യമായി ദ്രോഹിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത് ഉപദേശവും നമുക്ക് കാണാൻ പറ്റും. ഒരു ഭക്ഷണം എന്ന നിലക്ക് അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് നന്ദിയാണ്. സുഹൃത്തുക്കളെ, എത്ര അനുഗ്രഹങ്ങളിലും കാരുണ്യങ്ങളിലും നമ്മളൊക്കെ ജീവിക്കണത്. അപ്പൊ നമുക്ക് പടച്ചോനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്തൊക്കെ ഞാൻ കേൾക്കണത്, ഈ കോലാഹലങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ബഹളങ്ങൾക്കും ഇടയിൽ ഞാൻ എത്ര സുരക്ഷിതരായി ജീവിക്കുന്നു, അപ്പൊ എനിക്ക് എത്ര വരുമാനമുണ്ട്, എത്ര പണം എന്റെ കയ്യിൽ വരുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു നന്ദിബോധം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് തോന്നാണ് കുറച്ച് പൈസ. അപ്പൊ നമുക്ക് എന്തിനൊക്കെ നമ്മൾ പൈസ ചെലവാക്കുന്നുണ്ട്, എത്രയൊക്കെ സംഖ്യ നമ്മൾ ചെലവാക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെയൊക്കെ ചെറിയൊരു മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ വീട്ടിൽ ചെറിയൊരു കാര്യം ചെയ്യാനൊക്കെ നമ്മൾ 1000ങ്ങളും 10,000 കൊടുക്കുമ്പോൾ ഒരു 9,000 8,000 ചേർന്നിട്ട് 7 ആളിൽ ഒരാളായിട്ട് ഒരു ബലികർമ്മത്തിൽ പങ്കുചേരാൻ പോലും പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. ഇതൊക്കെ എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യയെ സുന്നത്ത് അബീക്കും ഇബ്രാഹിം എന്നാണ്. എന്താ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മാതൃക? സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബിന്റെ മാതൃക എന്താണ്? നോക്കൂ, നിങ്ങൾ വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി പറയണം. ആ അറുക്കാനാണ് തയ്യാറാവുള്ളൂ. അറുക്കേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ടല്ല, അറുക്കാൻ തയ്യാറാകുന്നത് മാത്രമല്ല. പന്തൂർ മാതാത്തറ, എന്താ മോനെ നിന്റെ അഭിപ്രായം എന്ന് കുട്ടിയോട് ചോദിക്കും. യാ അബത്തി അൽ മാ തുമർ, വാപ്പ പറഞ്ഞത് ചെയ്തോളി എന്നാണ്. മനുഷ്യന്റെ എന്താഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അതിനപ്പുറത്തേക്ക് അള്ളാഹിനെ സ്നേഹിക്കാം. അതാണ് അതിലെ സന്ദേശം എന്ന് പറഞ്ഞാൽ. എല്ലാറ്റിലും ഉപരി അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കാം. നമുക്ക് എന്ത് നഷ്ടം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹു പറഞ്ഞൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? നിർവഹിക്കുക എന്നുള്ള.
നമ്മുടെ ദേഹേച്ഛകളെക്കാളും താല്പര്യക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതല്ലേ മക്കൾ പറഞ്ഞാൽ? ആ മക്കളെക്കാളും പ്രിയപ്പെട്ടത് എന്താണ് ഈ ലോകത്ത് നമുക്കുള്ളത്? ആ മക്കളെ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു ഘട്ടം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടെങ്കിൽ അതിന് പകരമായി ചെയ്യാൻ പറഞ്ഞൊരു ബലികർമ്മം അത് എത്ര ഈസി ആയിട്ടും, ഒരുപക്ഷെ ഇന്നൊക്കെ തന്നാൽ നമുക്കതിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ പോലും അറിയാതെ നടന്നു പോകുന്ന ഒരു കർമ്മമായി മാറുമ്പോഴും അതിലൊരു ഭാഗമാക്കാതിനെ കുറിച്ച് ആലോചിക്കണം. അപ്പൊ ചില ആൾക്ക് സംശയം ഉണ്ടാവും, ഇപ്പൊ ഈ ദുൽഹജ്ജ് പിന്നെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ചേരാൻ പറ്റും? ഒന്നും പ്രശ്നമല്ല. ബലി അറുക്കാൻ നിശ്ചയിക്കുന്ന സമയത്തിന്റെ മുമ്പ് വരെ നമുക്ക് തീരുമാനിക്കാം, ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മൾ ഈ മുടി എടുക്കാതിരിക്കാം, നഖ എടുക്കാതിരിക്കാം, അതൊക്കെ നേരത്തെ തീരുമാനിച്ച ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ ആരംഭിക്കണം. മറ്റുള്ളവർ എപ്പോഴാണോ തീരുമാനിക്കുന്നത് അപ്പം മുതൽ അവരെന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ ദുൽഹജ്ജ് 1 മുമ്പ് തീരുമാനിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. എപ്പോഴാണോ അതിന് ശേഷം ഒരു സൗകര്യം കിട്ടി, സാമ്പത്തികമായ ശേഷി ഉണ്ടായാൽ അയാൾക്ക് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലെ തടസ്സവും അതിനില്ല എന്നുള്ളതാണ്. വളരെ ശ്രേഷ്ഠമായ, മനുഷ്യൻ സമ്പത്ത് കൊണ്ടുകൂടി ചെയ്യുന്ന ഒരു ത്യാഗമാണ് ബലി എന്ന് പറഞ്ഞാൽ. ശരീരം കൊണ്ട് ചെയ്യുന്ന ത്യാഗമാണ് നമസ്കാരം. അതുകൊണ്ടാണ് ഫസ്വല്ലിലി റബ്ബിക വൻഹർ, നീ നമസ്കരിക്കുക ബലിയറുക്കുകയും ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല വലിയൊരു സമർപ്പണമാണ്. നമ്മളിപ്പോ സാധാരണ ഉരുക്കളെ വാങ്ങുകയാണ് ചെയ്യാറുള്ളത്, വീട്ടിൽ തന്നെ വളർത്തുന്ന കാര്യങ്ങളുണ്ട്. ചില ആളുകൾ വളർത്തു മൃഗങ്ങളെ അറുത്താൽ അതിനെ ഭക്ഷിക്കാൻ ചില ആൾക്കാർക്ക് തോന്നൂല. നമ്മുടെ കൈകൊണ്ട് തീറ്റ കൊടുക്കുന്ന ജീവികളെ തിന്നാൻ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടേ കൊടുത്തിട്ട് വേറെ വാങ്ങി കഴിക്കും ആൾക്കാർക്ക്. അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വീട്ടിൽ വളർത്തിയ ഒരു ഉരുവിനെ നമ്മൾ അറുക്കുമ്പോൾ അതിലൊരു ഭയങ്കര മാനസികമായൊരു ത്യാഗമുണ്ട്, ഒരു വലിയ സമർപ്പണമുണ്ട്. അതിൽ അങ്ങനെയുള്ള ത്യാഗങ്ങളെല്ലാം വലിയ പുണ്യങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ മനസ്സിന്റെ ഒരു ബോധ്യമാണ്, അത് പടച്ചോൻ പറഞ്ഞ് അത് ഞാൻ ചെയ്യും. നമ്മുടെ ഒരു വിശ്വാസത്തെ നമ്മൾ ശരിക്കും പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു വിശ്വാസം, ഉള്ളിലുള്ളൊരു വിശ്വാസത്തെ, ബോധ്യത്തെ, ഞാൻ ഈ സ്വർഗവും നരകവും പരലോകമൊക്കെ വിശ്വസിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സന്ദർഭമാണ് എന്ത്, ഈ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ. മനുഷ്യൻ എപ്പോഴും ചെയ്യാന്ന് സന്തോഷം. ഒരാൾ നമ്മളെ കൂടെ നഷ്ടപ്പെട്ടു പോയി, അയാൾ തിരിച്ചു വന്നു, ഒരു സന്തോഷം ഉണ്ടായി, നമുക്ക് അറുക്കാം. ഒരു ദാനം എന്ന നിലക്ക് നമുക്ക് അറുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും വലിയ സ്വതക്കയാണ് എന്ത് പറഞ്ഞാല് ബലി അറിഞ്ഞാൽ. അതുകൊണ്ട് സ്വതക്ക കൊടുക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ മാതാപിതാക്കൾക്ക്, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ സ്വതക്ക കൊടുത്താൽ അത് സ്വീകരിക്കുന്നല്ലേ. അതുകൊണ്ട് അവരുടെ പേരിൽ നമുക്ക് അറുക്കാം. അവർക്ക് കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അറുക്കാൻ പറ്റും. പക്ഷെ അവർക്ക് വേണ്ടി ഒലുഹിയത്ത് അറുക്കാൻ എന്നുള്ളൊരു മാതൃകയില്ല. നമുക്ക് ബലി അറുക്കാം, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. എന്നാൽ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അറുക്കുക എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും കുറ്റകരമായ കാര്യമാണ്. ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി അറുക്കുന്ന, ബദരീങ്ങൾക്ക് വേണ്ടി അറുക്കുന്ന ആളുകളുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിക്ക് വേണ്ടി അറുക്കുക. അതൊന്നും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ല. കാരണം അവരുടെ പേരിൽ അറുത്താൽ എന്തോ ചില ഗുണങ്ങളും ബർക്കത്തുകളും അനുഗ്രഹങ്ങളും കിട്ടും, അല്ലെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കുരുത്തവും പൊരുത്തൊക്കെ മരിച്ചുപോയ ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത് അഭൗതികമായ സഹായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കലാണ്. തീർച്ചയായും അത് ശിർക്കാണ്. നമ്മളെല്ലാം ഇന്ന സ്വലാത്തി വ നുസുക്കി വമഹിയായ ഒമാത്തിൽ ഇല്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ആരാധന എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരാളാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറുക്കാൻ പറ്റില്ല. അങ്ങനെ അറുക്കപ്പെട്ടത് ഭക്ഷിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യമുള്ള വലിയ ഈ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യുക, പങ്കെടുക്കുന്ന ആളുകൾ അതിന്റെ എല്ലാ സഹകരണങ്ങളിലും അതിന്റെ അറിവിലൊക്കെ നമ്മൾ തന്നെ അതിൽ ഭാഗവാക്കാകാൻ ശ്രമിക്കാം. മൻ വജദ സഅതൻ, ഒരാൾക്ക് കയ്യിൽ പൈസ ഉണ്ട്, ശേഷിയുണ്ട്, അറുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയുണ്ട്, ഫലം യുലഹി, എന്നിട്ടും അവൻ ബലി അറുക്കുന്നില്ലെങ്കിൽ ഫല യഖുർബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല എന്ന് ഹസനായ ഒരു ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ഉള്ളവർ ബലി അറക്കാൻ തീരുമാനിക്കുമ്പോഴാണ് അവർക്ക് പെരുന്നാൾ നമസ്കരിക്കാനുള്ള അവകാശമുണ്ടാകുന്നത് എന്ന് ഈ ഹദീസ് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സ് തട്ടി തഖ്വയോടുകൂടെ ഈമാനോടുകൂടെ ഈ ബലികർമ്മം നിർവഹിക്കുവാനും അതിന്റെ പ്രതിഫലം നേടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, തുടക്കത്തിൽ സൂചിപ്പിച്ചു ഈ വരാൻ പോകുന്ന 10 ദിവസത്തിന്റെ പുണ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ഹദീസിലും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണത്. അതുകൊണ്ട് അല്പം ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യുക, ആ ദിവസങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം എന്നുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും സിയാം, നോമ്പയിൽ പെടും. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ എല്ലാ ദിവസങ്ങളും ഒരാൾക്ക് നോമ്പ് നോൽക്കാം. നോമ്പ് മുഴുവൻ സമയം നോക്കുക എന്നുള്ളതൊരു പ്രത്യേക സുന്നത്തായതുകൊണ്ടല്ല.
ഒരു നോമ്പൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് ഒരാൾക്ക് നോൽക്കാൻ പറ്റുമെങ്കിൽ നോൽക്കുക, അതിലുള്ള പുണ്യം അയാൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് തക്ബീർ, അൽഹംദുലില്ലാ, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ധാരാളമായി വർദ്ധിപ്പിക്കാം. എത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അത്രയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവനായി ചൊല്ലാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്വതക്കകളാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന ദിനങ്ങളായതുകൊണ്ട് നമ്മൾ സ്വതക്കകൾ കൊടുക്കുന്ന ആ സമയത്തേക്ക് മാറ്റിവെക്കാം. എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും നമ്മളിൽ നിന്നൊരു ദാനമായി സംഭവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. പലപ്പോഴും ആരാധനകളുടെ കാര്യം ആളുകൾ ശ്രദ്ധിക്കലുള്ളൂ. സ്വതക്കകൾ കൊടുക്കാനും നമുക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന സന്ദർഭമാണ് ഈ 10 ദിവസങ്ങൾ. അതേപോലെ തന്നെ ഉൽഹിയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പങ്കെടുക്കാം. എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ആ പുണ്യകർമ്മങ്ങളെല്ലാം ഈ ദിവസത്തിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. കേൾക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുവാനും അതിന്റെ പ്രതിഫലം സ്വീകരിക്കുവാനും അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തിലെത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار